ശ്രീലങ്കയ്ക്ക് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുക്കുക, പാസ്പോർട്ട് എടുക്കുക, ഇവിടെ വരാം. ഇന്ത്യക്കാർക്ക് ഐ ഹാവ് നോ ടൈം. എന്നെ അവിടെ ഒരാൾ വിളിച്ച് വേറെ കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചാണ്, വേറെ ഒന്നല്ല. ഇതേ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാണ്. അപ്പം നമ്മൾ $100 എക്സ്ചേഞ്ച് ചെയ്യണേ. അപ്പം നമ്മളൊരു നോട്ട് കൊടുത്തുള്ളൂ. അപ്പം നമുക്കൊരു ബില്ലും തന്നിട്ടുണ്ട്. ഇതിൽ 29,310 രൂപ കിട്ടിയിട്ടുണ്ട്. കുട്ടികളൊക്കെ പഴയ വണ്ടി ബസ്സൊക്കെ നോക്കിയ പഴയ ബസ്സും കാര്യങ്ങളൊക്കെയാണ്. ഒരു വിൻറ്റേജ് സെറ്റപ്പ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാം. റെയിൽവേ സ്റ്റേഷൻ്റെ എന്നിട്ട് എങ്ങനെയൊക്കെയുണ്ട് സെറ്റപ്പ് ഒന്ന് നോക്കാം. ഈ ലേക്ക് സൈഡ് വ്യൂ എന്ത് രസമാണെന്നറിയോ, എന്ത് ഭംഗിയാണെന്നറിയോ. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ലൊരു സുഖം. ഓ അടിപൊളി. വെൽക്കം ടു നിഫിം വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. അപ്പം ഞാനിപ്പോൾ ശ്രീലങ്കയിലാണ്. ഇത് നമ്മുടെ ഒരു ശ്രീലങ്ക സുഹൃത്താണ്. കഴിഞ്ഞ വ്ളോഗിൽ കണ്ടവർക്ക് മനസ്സിലാവും, ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അപ്പം നമ്മൾ ശ്രീലങ്കൻ എയർപോർട്ടിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശ്രീലങ്ക എയർപോർട്ട് നാം ക്യാ ഹൈ? ഒറിജിനൽ ശ്രീലങ്കൻ ഭണ്ഡാർനഗർ ഇന്റർനാഷണൽ എയർപോർട്ട്. ഭണ്ഡാർനഗർ ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ നമ്മൾ അറൈവൽ സെക്ഷനെത്തി. നമുക്ക് ഓൺ അറൈവൽ വിസ എടുക്കണം. കുറേ പരിപാടികളുണ്ട്. വിസ ഓൺ അറൈവലിൽ നമ്മൾ എത്തിയിട്ട് അവർ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. പിന്നെ ഇന്ത്യൻസിന് ഫ്രീ വിസയാണ് കേട്ടോ, പൈസ ഒന്നുമില്ല. അപ്പോൾ അതിലാവായി. ഇനി എമിഗ്രേഷനിൽ പോകണം, അവിടെ എന്താണെന്ന് നോക്കണം. എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് സോ സിമ്പിൾ. അവർ ജസ്റ്റ് ചോദിച്ചുള്ളൂ എങ്ങടെ പോകണേ. അപ്പം ഞാൻ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എൻ്റെ ഒപ്പം ഭയങ്കര ഹാപ്പി. നമ്മൾ ഒരു രാജ്യത്തിലെത്തുമ്പോൾ കിട്ടും ഭയങ്കര സന്തോഷം. ഇവിടെ കുറേ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ഉണ്ട്. ഐ ഹാവ് നോ ടൈം. എന്നെ അവിടെ ഒരാൾ വിളിച്ച് വേറെ കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചാണ്, വേറെ ഒന്നല്ല. അവരവിടെ ഇരുന്ന് ഷൗട്ട് ചെയ്യണ്ടായിരുന്നു. അത് പെട്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടിട്ടില്ലെന്ന് പറഞ്ഞു. ബാഗേജിന് ബെൽറ്റിൽ വരുന്നതായിരിക്കും, അത് പോയി എടുക്കുക. എന്നിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കുക. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം സിമ്പിളാണ്. നമ്മുടെ പയ്യനെ വിളിക്കുന്നുണ്ട്. അവിടെ ഇത് നമ്മൾ നേരത്തെ മുമ്പത്തെ ബ്ലോഗിൽ കണ്ട ആളാണ്. ഓക്കെ, നമ്മുടെ ബാഗേജ് അവിടെ വെയിറ്റിംഗ് ആണ്, എടുക്കാം. ഒരു നീണ്ട കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ ബാഗും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി മണി എക്സ്ചേഞ്ച് എവിടെയാണെന്ന് നോക്കണം. ശ്രീലങ്ക യാത്രയ്ക്ക് വേണ്ടി മണി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നേക്കണാണ്. അപ്പോൾ ചാലക്കുടി ഞാൻ പല സ്ഥലത്ത് അന്വേഷിച്ചു USDയുടെ റേറ്റ്. അപ്പോൾ 84.5 85 പറയണേ. എനിക്ക് അഹില്യയിൽ ചാലക്കുടി ആനമലയിൽ ജോക്കി ഷോറൂമിന്റെ മുകളിൽ, ഇതിപ്പോൾ പ്രൊമോഷൻ ഒന്നുമില്ല, അത് എനിക്ക് 84 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഞാൻ 15,000 രൂപയ്ക്കാണ് നമ്മൾ മാറ്റുന്നത്. നമ്മുടെ പാസ്പോർട്ട്, പാൻ കാർഡ്, ഫ്ലൈറ്റ് ടിക്കറ്റ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്കിവിടെ ബില്ലോട് കൂടി ആ ഫയൽ ചെയ്ത് കിട്ടും. അപ്പോൾ അതെ നമ്മുടെ ഡോളേഴ്സ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ പേര് ജോജി. ഇതേ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാണ്. അപ്പം നമ്മൾ $100 എക്സ്ചേഞ്ച് ചെയ്യണേ. അപ്പോൾ ഒരു 29,300 രൂപ കിട്ടും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ $100 പാസ്പോർട്ടും കൊടുക്കണം, എന്നാലും കിട്ടുള്ളൂ. നമ്മളൊരു നോട്ട് കൊടുത്തുള്ളൂ. അപ്പം നമുക്കൊരു ബില്ലും തന്നിട്ടുണ്ട്. ഇതിൽ 29,310 രൂപ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പാസ്പോർട്ട് കൊടുക്കണം. ഇതേ ശ്രീലങ്കൻ 10 രൂപ, 100-ൻ്റെ നോട്ട്, 1000-ൻ്റെ നോട്ട്, പിന്നെ 5,000-ൻ്റെ നോട്ട്. 5,000-ൻ്റെ നോട്ടോ, അടിപൊളി. നമ്മുടെ ഇന്ത്യയിൽ 2,000-ൻ്റെ ഉണ്ടായിരുന്നു, അതിപ്പോൾ നിർത്തി. നമ്മുടെ ശ്രീലങ്കയുടെ എക്സിറ്റ് അവിടെയാണ്. അതിന് മുമ്പ് നമുക്ക് സിം പറഞ്ഞെടുക്കണം. നമ്മുടെ പയ്യൻ പറഞ്ഞത് എയർടെൽ അല്ലെങ്കിൽ ഡിലോഗ് എന്നാണ്. ഐ ആം എക്സൈറ്റഡ്. തീർച്ചയായിട്ടും ഒരു പുതിയ രാജ്യത്തേക്ക് പോകുമ്പോൾ ഒരു ഫീല് വേറെ ഒന്നും. എയർടെലിൻ്റെ എടുക്കാനുള്ള തീരുമാനമായി. ഇവിടെ സോഷ്യൽ മീഡിയ അൺലിമിറ്റഡ് ആണ്. പിന്നെ നമുക്ക് 1 GB ബ്രൗസ് ചെയ്യാൻ കിട്ടും. അതാണ് കോമഡി. രസാട്ടോ പാക്കേജ്. എത്ര രൂപയാണെന്നറിയോ? 1,400. നമ്മുടെ നാട്ടിൽ എത്രയോ? 368 രൂപ, അത്രയേ ഉള്ളൂ. അപ്പൊ 5,000 അങ്ങോട്ട് കൊടുത്തു, തിരിച്ച് കിട്ടി. നമ്മുടെ അവിടെ ആധാർ കാർഡ് പോലെ ശ്രീലങ്കൻസിന്റെ ID കാർഡാണ് കേട്ടോ ഇത്, നാഷണൽ ID കാർഡ്. ഇവിടെ വരുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ശ്രീലങ്കയ്ക്ക് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുക്കുക, പാസ്പോർട്ട് എടുക്കുക, ഇവിടെ വരാം. ഇന്ത്യക്കാർക്ക് ഫ്രീ വിസയാണ്. ഇതുവരെ 30 ദിവസം ഫ്രീ വിസ കിട്ടും. നാട്ടിൽ നിന്ന് ഇന്ത്യൻ റുപ്പി മാറ്റിയിട്ട് ഡോളറാക്കുക. ആ ഡോളർ ഇങ്ങോട്ട് കൊണ്ടുവരിക, എക്സ്ചേഞ്ച് ചെയ്യുക, തൊട്ടടുത്തിരുന്ന് സിം എടുക്കുക. ഇതൊരു ചെറിയൊരു എയർപോർട്ടാട്ടോ. നമ്മുടെ പയ്യൻ നമ്മളെ അങ്ങോട്ട് ആക്കാമെന്ന് തോന്നുന്നു. അവൻ എന്നെ വിളിച്ചു വരാൻ പറഞ്ഞിട്ട്. നമ്മുടെ പയ്യനാണ്. പയ്യൻ്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കി. നമ്മൾ വണ്ടിയിലൊക്കെ കയറിയിട്ട്. യുവർ നെയിം? I am Abdul Afghan. യു ആർ കസിൻ? Yeah. What's യുവർ ഏജ്? I am age 19 years. 19 years. You have license? Yeah. Oh, okay. Sri Lanka, you can get license 18 years old. 18. When you're 17, they'll give you temporary. 18, you need to prove trial. Okay. After that.
ശ്രീലങ്കയിൽ ഇറങ്ങിയ ഫസ്റ്റ് ഫേസ് മുതൽ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. നല്ല റോഡുകള്, അടിപൊളി, ഒന്നും പറയില്ല. ചിലപ്പോൾ എയർപോർട്ട് ആ ഭാഗമായതുകൊണ്ടായിരിക്കാം നല്ല റോഡുകൾ, എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. ശ്രീലങ്ക എയർപോർട്ടിൽ നിന്ന് കൊളംബിയയിലേക്ക് 30 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഒന്നില്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് വണ്ടി എടുക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ബസ് കിട്ടും. ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾ ട്രാവൽ ചെയ്യാം. നമ്മുടെ നാട്ടിലുള്ള പോലെ ടോളൊക്കെ ഉണ്ട് കേട്ടോ. ഫാസ്ടാഗ് അല്ല, ഇത് 300 രൂപയാണ്. നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 84 രൂപ. അവനെന്നെ കൊണ്ടാക്കി ഇത്ര ദൂരം. സോ ഹാപ്പി. ഓക്കെ ബ്രോ. നമ്മൾ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പോരുന്ന വഴിക്ക് എന്ത് അടിപൊളിയാ ശ്രീലങ്ക. ഞാൻ വിചാരിച്ചില്ല കേട്ടോ. റോഡൊക്കെ വേറെ തന്നെ ലെവല്, കിട്ടില്ല, ഗംഭീരം, ഒന്നും പറയാനില്ല. ഇവിടെ എൻക്വയറി നോക്കാം, ടൂറിസ്റ്റ് എൻക്വയറി. ഈ ഇൻഫോർമേഷൻ സെന്ററിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ഉണ്ട്. സെക്കൻഡ് ക്ലാസ്സിന് 500 രൂപ, നമ്മുടെ നാട്ടിലെ 140 രൂപ. ഫസ്റ്റ് ക്ലാസ്സിന് 1500 രൂപ, അതായത് നമ്മുടെ നാട്ടിലെ 450 രൂപ അത്രേ ഉള്ളൂ. 17ാം ഇതിൽ നമുക്ക് റിസർവേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കയറി റിസർവ് ചെയ്യാം. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇവിടുന്ന് കെൻഡിയിലേക്ക് 3 hours ട്രാവൽ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് റിസർവ് ചെയ്തിട്ട് നമുക്ക് പോവാം ഫസ്റ്റ് ക്ലാസ്സിൽ. അത് നല്ലത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ക്ലാസ് വരുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിസർവേഷൻ ടിക്കറ്റ്. പുള്ളി ഞാൻ മലയാളം സംസാരിക്കുന്നത് കണ്ടിട്ട് അടിപൊളി അടിപൊളി എന്ന് പറയുന്നുണ്ടായിരുന്നു. കേരള, തൃശ്ശൂർ, നിങ്ങൾ ശ്രീലങ്കൻ. അടിപൊളി. നമുക്ക് വല്ലതും കഴിക്കാം, അതാ മെയിനായിട്ടുള്ള പരിപാടി. ഇവിടെ ബസ്സും കാര്യങ്ങളൊക്കെ കണ്ട പഴയ മോഡൽ ബസ്സും കാര്യങ്ങളും. ഈ പയ്യനാണ് എനിക്ക് ഫോട്ടോ എടുത്തത്. താങ്ക് യു ബ്രോ, താങ്ക് യു വെരി മച്ച്. റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സെറ്റപ്പ് നോക്കിയേ, നല്ല രീതിയിൽ പഴയ ഒരു സെറ്റപ്പാട്ടാ റെയിൽവേ സ്റ്റേഷൻ. ഇത് കിഡിലനാണ്. വണ്ടികളൊക്കെ പഴയ വണ്ടി, ബസ്സൊക്കെ നോക്കിയേ പഴയ ബസ്സും കാര്യങ്ങളൊക്കെയാണ്. ഒരു വിൻറ്റേജ് സെറ്റപ്പ്. ഇവിടെ അടിപൊളി CL ബെൻസ് ലോവർ ചെയ്ത വണ്ടി ഉണ്ടല്ലോ. അപ്പോൾ ഞാനൊരു ഹോട്ടലിൽ കയറി. നിരണ്ടയ്ക്ക് 100 രൂപ, എഗ് പബ്സ് 100 രൂപ, അതായത് നമ്മുടെ നാട്ടിലത്തെ 28 രൂപ. ടാറ്റാ, താങ്ക് യു. ഒരു പബ്സ്, ഒരു ഡ്രിങ്ക്സ് കുടിച്ച് ഇറങ്ങാണ്. ഇനി നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. 10 മണിക്കാണ് ട്രെയിൻ. അവിടെ പോയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യുക. ഇവിടെ റൂമിനൊക്കെ 1500 രൂപയുള്ളൂ, അതായത് നമ്മുടെ നാട്ടിലൊരു 460 രൂപയുള്ളൂ ഒരു ദിവസം AC റൂമിൽ താമസിക്കാൻ. ഭയങ്കര ചീപ്പാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാം റെയിൽവേ സ്റ്റേഷൻ്റെ. എന്നിട്ട് എങ്ങനെയൊക്കെയുണ്ട് സെറ്റപ്പ് ഒന്ന് നോക്കാം. ട്രെയിൻ വരാൻ ഇനിയൊരു 25 മിനിറ്റ് ബാക്കിയുള്ളൂ. ഞാൻ പുഴുകി ചത്തു. എന്ത് വെയിലാന്ന് പറയുക, എന്ത് ചൂടാന്ന് പറയുമോ. ഇവിടെ ഒരു ഫാനും പോലില്ല, ഒരു വെയിറ്റിംഗ് ഹോളും പോലില്ല. എൻ്റെ തീയതി സമ്മതിക്കണം. പിന്നെ വേറൊരു കാര്യം അറിയോ, ഇവിടെ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്. ഇവിടെ ഒരു കാക്കി വേഷത്തിലൊക്കെ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്. അവരുടെ ശമ്പളം എത്രയാണെന്നുള്ളത് 30,000. നമ്മുടെ നാട്ടിലെ 8,500 അത്രേ ഉള്ളൂ അവർക്ക്. അവർ ഗവൺമെൻറ് സർവൻ്റാണ്, എന്നിട്ട് അവർക്ക് അത്ര ശമ്പളമുള്ളൂ. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ ട്രെയിൻ വന്നേക്കാട്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആണ്, AC ആണ്. ട്രെയിനിൽ കയറി എൻ്റെ ലഗേജൊക്കെ ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ട്. ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ട്രെയിൻ ഇങ്ങനെ നല്ല കുലുക്കുക. നമ്മുടെ നാട്ടിലെ ട്രെയിൻ കമ്പയർ ചെയ്ത് ഒന്ന് ഇതിലൊന്നും ഇരിക്കരുത് കേട്ടോ, പിടിച്ചിരിക്കണം. ഭയങ്കര കുലുക്കുക. റെയിൽ പാളം ഭയങ്കര ചെറുതാണ് ഇതിലുള്ളത്. പിന്നെ ചില സ്ഥലത്ത് വുഡാണ്, വുഡ് പൊളിഞ്ഞു പോയടുത്ത് കോൺക്രീറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒക്കെ കുറച്ച് സെറ്റപ്പ്. ഞാൻ നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കമായിരുന്നു. ഞാൻ ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 3 മണിക്കൂർ അടുപ്പിച്ച് അങ്ങോട്ട് ഉറങ്ങി. അവസാനമാണ് ഞാൻ കണ്ണുറന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ട്രെയിൻ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. നമ്മൾ ആ ഫൈനലി അങ്ങനെ ക്യാൻറ്റീനിൽ എത്തിയിട്ടുണ്ട്. ഈ ക്യാൻറ്റീനിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ ട്രെയിനൊക്കെ വളരെ മോശം ഇതാണ്. സീറ്റിംഗ് ആയാലും ഭയങ്കര മോശമാണ്. ഇതിൻ്റെ തിരക്കൊക്കെ നോക്കി. നമ്മുടെ ടിക്കറ്റ്സ് ഒക്കെ ഇവിടെ കൊടുക്കണം, എക്സ്പ്രസ്. അതൊരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യമല്ലേ, അതായത് നമ്മൾ വാങ്ങിച്ച ടിക്കറ്റ് അങ്ങോട്ട് തിരിച്ചു കൊടുക്കരുത്. ഇതാണ് കെൻഡി റെയിൽവേ സ്റ്റേഷൻ. കെൻഡി കണ്ടി ഇതൊക്കെയും പറയും കുറേ ആൾക്കാർ. ഇവിടുന്ന് നമുക്ക് നടന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് പ്ലാനുകളെല്ലാം ചെയ്യാം. ഞാൻ ട്രെയിനിൽ ഉറങ്ങിക്കൊണ്ടിരിക്കാൻ ഒരു പ്ലാൻ ഉണ്ടായില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരു പ്ലാനില്ലാത്ത യാത്ര ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കാണ്. എവിടെയെങ്കിലൊക്കെ ചെന്ന് എത്തുന്നുള്ള രീതിയിൽ. എങ്കിലും ലോകം ഉരുണ്ടതല്ലേ, എവിടെയെങ്കിലൊക്കെ ചെന്ന് എത്തിക്കോളും. എനിക്കൊരു പ്ലാനും ഇല്ല, ഒന്നുമില്ല. കെൻറ്റീന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ എന്താ കാണണ്ടേന്ന് ഒന്നും അറിയില്ല. ഞാൻ ഇവിടെ ഒരു റൂം എടുക്കണം.
എനിക്ക് എന്തായാലും റൂമെടുത്ത് കുളിച്ച് ഫ്രഷപ്പ് ആയാലേ വൈകുന്നേരം ഇറങ്ങാൻ പറ്റുള്ളൂ. ഞാനൊരു മാങ്ങ വാങ്ങിച്ചു കേട്ടോ മുറിച്ചത്. ഇത് ഇവിടുത്തെ 200 രൂപ, നാട്ടിലെ ഒരു 50 രൂപ വരുള്ളൂ. അങ്ങനെ മാങ്ങയ്ക്കും കഴിച്ച് നേരെ നടക്കാണ്. നേരെ നമ്മുടെ റോഡിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു ട്രാക്ക് വന്നിട്ട്, റെയിൽവേ ട്രാക്ക്. ഗേറ്റഡ് ഓട്ടോമാറ്റിക്കാണെന്ന് തോന്നുന്നു. ഓട്ടോമാറ്റിക്കാ, ഒരു ചെറിയൊരു വടി. ഇവിടുത്തെ ബസ്സുകളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പല കളറും, പിന്നെ ഒരു വിൻറ്റേജ് ടച്ചും. വണ്ടികളതെ വിൻറ്റേജ് ടച്ചും കുറച്ച് പുതിയ കാറുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ടോ, ഇതൊക്കെ പുതിയ കാറുകളാണ്. ചിലതൊക്കെ വിൻറ്റേജ്, നമ്മൾ ഈ GTA Vice Cityയിലൊക്കെയും കാണുന്ന വണ്ടികളൊക്കെയും ഇവിടെ ഉണ്ട് കേട്ടോ. 90s കിഡ്സിന് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്. ഞാനിങ്ങനെ പോകുന്ന വഴി 2 പേരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ ഈ റീചാർജ് കൂപ്പൺ ഉണ്ടായിരുന്നു. ഈ റീചാർജ് കൂപ്പൺ 90s കിഡ്സിന് അറിയാം. നമ്മുടെ ഈ സ്ക്രാച്ച് ചെയ്തിട്ട് ഇപ്പം നമ്മുടെ നാട്ടിലില്ല. ഇത് ഇവിടെ ഉണ്ട്, കാരണം ഇവിടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒന്നും ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ്. താങ്ക് യു ഫോർ ഫ്രണ്ട്സ്. ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഇവരുടെ അടുത്ത് സംസാരിച്ച്, ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചാൽ ഇപ്പോഴത്തെ ലോക്കൽ പ്ലേസിൽ അറിയാം. ക്യാമറ കണ്ടെന്നാണ് വെച്ചത്. അപ്പോൾ ഈ യുവർ നെയിം? പ്രിയ. ഈ പുള്ളിക്കാരി എനിക്ക് കുറച്ച് പ്ലേസുകൾ സജസ്റ്റ് ചെയ്തു. യുവർ നെയിം? മീനാക്ഷി. നീലാക്ഷി. തമാൽ. ജനിതു. ആളെനിക്ക് ഓട്ടോ ബുക്ക് ചെയ്തു തന്നു. ആളിപ്പോൾ എത്തുന്ന പറയണേ. പിക് മീ ആപ്പിൽ നിന്ന് എനിക്ക് ഓട്ടോറിക്ഷ കിട്ടിയില്ല, ആളെന്തോ ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതെ വേറൊരു പുള്ളി എൻ്റെ അടുത്ത് നിന്ന് അപ്രോച്ച് ചെയ്തു. ഇങ്ങനെ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചീപ്പായിട്ട് എടുത്തു തരാമെന്ന് പറഞ്ഞു. നോക്കാം, ആള് പറ്റിക്കണതാണോ എന്ന് നമുക്ക് നോക്കാമല്ലോ. ഞാൻ 250 രൂപയാണ് പറഞ്ഞത്. ആള് 300 രൂപ. 300 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 84 രൂപ. എനിക്ക് ഡൽഹി ഫീല് വൈബ് പിടിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ. സിറ്റി നൈസാണ്, നല്ല ഫോട്ടോഷൂട്ട് അടിപൊളി. ഇവിടെ ക്യൂൻസ് ഹോട്ടൽ എന്നെ ഒരു ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു, കാരണം ഞാൻ ഉദ്ദേശിച്ചൊരു വൈബ് പുള്ളി എനിക്ക് തരുന്നുണ്ട്. പുള്ളിയിൽ നല്ല ചീപ്പ് സ്റ്റേസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. മുകളിൽ നടന്ന് വരണം. അപ്പോൾ അവിടെ റൂമിൽ ആളപ്പോൾ അടിയിൽ നിന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അടിയിൽ പോയി നോക്കാം. എന്നെ കൊണ്ടുവന്ന ഓട്ടോറിക്ഷക്കാരനില്ല, അവൻ യഥാർത്ഥ സ്വഭാവം കാണിച്ചു. ശരിക്കും നമ്മുടെ ഡൽഹിയിലുള്ള ഓട്ടോറിക്ഷക്കാരന്മാരുടെ സ്വഭാവം തന്നെ കാണിച്ചു. അവനിങ്ങനെ കുറേ ഉള്ളിൽ ചുറ്റിയിട്ട് അവന് പൈസ കൂടുതലാണെന്ന് പറഞ്ഞു. 300 പറഞ്ഞിട്ടുണ്ടായിരുന്നേ, 200 രൂപ കൂട്ടി കൊടുത്തു. കുഴപ്പമില്ല, നാളെ നാട്ടിലെ 139 രൂപ കഴിക്കട്ടെ, പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഇതേ ഈ റൂമിലാണ് താമസിക്കുന്നത്. ഇതിന് പറയുന്നത് 7000 രൂപയാണ് 2 ദിവസത്തേക്ക്. 7000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 960 രൂപ 2 ദിവസത്തേക്ക്. വല്ലവരും ശ്രീലങ്ക വരുന്നുണ്ടെങ്കിൽ സിട്രസ് കഫേയിൽ താമസിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യത്തിന് അടിപൊളിയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ റിസോർട്ട്സുകളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് വരുന്നവർക്കുള്ള ഗൈഡ് ലൈൻസ് ആണ് പറയണേ. ഈ സിട്രസ് കഫേയിലേക്ക് എങ്ങനെ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കെൻഡി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടുക്ക് എടുക്കുക, അല്ലെങ്കിൽ പിക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അതിൽ കെൻഡീസ് കഫേന്ന് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലേക്ക് സൈഡിൽ കൊണ്ടുപോയി നിർത്തും. നമ്മളൊന്ന് ലേക്ക് സൈഡിലേക്കൊന്ന് നടക്കാൻ ഇറങ്ങിയേക്കാണ്. വേറൊന്നും കൊണ്ടൊന്നുമല്ല, ചുമ്മാ ഞാൻ വളരെ ടയേർഡാണ്, ഉറക്കം കിട്ടാണ്ട്. അപ്പോൾ ഇന്ന് ചുമ്മാ ഇറങ്ങിയിട്ടുള്ള. നാളെയാണ് കൃത്യമായിട്ട് ഞാൻ എല്ലാ ഡെസ്റ്റിനേഷൻസിലേക്ക് പോകുന്നത്. ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈന്യൂട്ട് അറിയാം, മറ്റുള്ളവർക്ക് അറിയാവുന്ന കാര്യം പറയുന്നുണ്ട്. പക്ഷേ ചിലർക്ക് ഇതൊന്നും അറിയില്ല, എവിടെ സ്റ്റേ ചെയ്യണം. അങ്ങനെ പേടിച്ച് യാത്ര ചെയ്യാത്ത കുറേ പേരെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ അവർക്കൊരു ഗൈഡൻസ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ലേക്ക് സൈഡ് വ്യൂ എന്ത് രസമാണെന്നറിയോ, എന്ത് ഭംഗിയാണെന്നറിയോ. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ലൊരു സുഖം. ഓ അടിപൊളി. പക്ഷേ ലേക്കൊന്നും നമുക്കൊന്നും പുത്തിരിയല്ല, അത് വേറൊരു കാര്യം. കാരണം നമ്മുടെ നാട്ടിൽ ലേക്കിൻ്റെ ബഹളമാണ്, പക്ഷെ ഇവിടെ ഭയങ്കര ചീപ്പാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. നമ്മുടെ നാട്ടിലേക്കാളും ഭയങ്കര ചീപ്പാണ് ഇവിടെ. ഇവിടെ കുറേ ഫോറിനേഴ്സാണ് വരുന്നത്, വിദേശികൾ, യൂറോപ്യൻസ് കുറേ പേര് വരുന്നുണ്ട് ഈ നാട്ടിലേക്ക്. കാരണം ഇന്ത്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ചീപ്പാണ്. കണ്ടില്ലേ ഇവിടെയൊക്കെ നിൽക്കുന്നത് പ്രായമായിട്ടുള്ള ആൾക്കാർ. നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അടിപൊളി, നല്ല വൈബ് കേട്ടോ നടക്കാൻ, സൂപ്പർ. ഇതേ പഴയ ഡിഫൻഡർ പോകുന്നു. ഇതുപോലെ ടൊയോട്ടയുടെ വാനുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ പെട്രോൾ ഉണ്ട്, പിന്നെ നമ്മുടെ പജീറോ ഉണ്ട്, മിസ്തുബൂഷിയുടെ. ശ്രീലങ്ക വന്നിട്ട് എനിക്ക് എന്താണെന്ന് ഫീൽ ചെയ്തേക്കുന്നേ, ഭയങ്കര ക്ലീൻ സിറ്റിയാണ്. ഒരു സ്ഥലത്ത് പോലും ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഭയങ്കര ക്ലീൻ. അവരിത് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ള സമയത്തും ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇവരുടെ അവസ്ഥയ്ക്ക് ഭയങ്കര മോശം കേട്ടോ. കാരണം ഞാൻ ഇന്ന് സംസാരിച്ചായിരുന്നു കുറേ ആൾക്കാരുടെ അടുത്ത്. ഇവരുടെ ശമ്പളമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മുടെ നാട്ടിലെ 8000 രൂപയുള്ളൂ. അതായത് ഇവർക്ക് ഇവിടെ 30,000 കിട്ടുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ 8000 രൂപ ആണ്
ഇവർക്ക് ശമ്പളമായിട്ടുള്ളൂ. പിന്നെ ഇവർക്ക് മിനിമം ഇവർക്ക് ജീവിച്ച് പോകണമെങ്കിൽ ഒരു മാസം 1 ലക്ഷം രൂപ വേണം. അതായത് ഇവിടുത്തെ 1 ലക്ഷം, നമ്മുടെ നാട്ടിൽ 40,000 ഒക്കെ വേണം ഒരു ഫാമിലിക്ക് ഇവിടെ ജീവിച്ചു പോകാൻ. അത്രയും എക്സ്പെൻസാണ് ഇവർക്ക്. ഇവിടെയാണെങ്കിൽ പ്രൈസ് ഇൻക്രീസായി എല്ലാ സാധനത്തിനും. സബോളയ്ക്ക് ഇവിടെ കിലോയ്ക്ക് വരുന്നത് 300 രൂപയാണ്. അപ്പോൾ നമുക്ക് ലാഭമാണ്, കാരണം നമ്മുടെ കറൻസിക്ക് മൂല്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൂല്യത കറൻസിക്ക് കുറയുമ്പോൾ നമുക്ക് ലാഭമാണ്. പക്ഷെ അവരുടെ ജീവിതാവസ്ഥ വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഇവിടെ ഞാൻ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് വന്നേക്കട്ടെ. ഒരു ചെറിയ മാള് അത്ര തന്നെ. എല്ലായിടത്തും എക്സ്പെൻസീവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനമാണ്. കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും ഇന്ത്യനേക്കാളും ഒരു 200-300 രൂപ കൂടുതലാണ്. ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന സാധനം മാത്രമാണ് ഇവിടെ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടിപൊളി വീഡിയോസ് ഏതൊക്കെ ഡെസ്റ്റിനേഷനിൽ പോകണം, എങ്ങനെയൊക്കെ പോകണം എന്ന് കൃത്യമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ അടുത്ത വ്ളോഗിൽ വരും. അപ്പോൾ ഈ ചാലക്കുടിക്കാരനാവുക. ബൈ.